ഹലോ, എല്ലാവർക്കും വിങ്സ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ഫിസിക്സിലെ 5ാമത്തെ ചാപ്റ്റർ ആയ ബോയിന്റ് ഫോഴ്സ് അതിലത്തെ കുറച്ച് പ്രോബ്ലം ക്വസ്റ്റ്യൻ ചെയ്യാൻ പോണ കേട്ടാ. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യാ, നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ആൻ ഒബ്ജക്ട് വെയ്സ് 0.2 കിലോഗ്രാം വെയിറ്റ്. ഓക്കെ, ഈ kgWT എന്താ പറയാ? കിലോഗ്രാം വെയിറ്റ് ആണ് കേട്ടാ, മറക്കരുത്. കിലോഗ്രാം വെയിറ്റ്, കിലോഗ്രാമും കിലോഗ്രാം വെയിറ്റും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം ആണ്. ഇഫ് ആൻ ഒബ്ജക്ട് വെയ്സ് 0.2 കിലോഗ്രാം വെയിറ്റ് ഇൻ എയർ. ഓക്കെ, എയറിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എത്രയാണ്? 0.2 ആണ്. ആൻഡ് 0.19 കിലോഗ്രാം വെയിറ്റ് വെൻ ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ. അപ്പൊ വെള്ളത്തിൽ മൊത്തത്തിൽ മുങ്ങിക്കിടക്കണ ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എത്രയാണ്? ആ സെയിം ഒബ്ജക്റ്റിന്റെ എയറിൽ 0.2 ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലോട്ട് വരുമ്പോൾ എത്ര വരും? 0.19 വരും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ദി ഒബ്ജക്ട് ഇൻ വാട്ടർ? ഓക്കെ, എന്തോരം വെയിറ്റ് നഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ വാട്ട് ഈസ് ദ ബോയിന്റ് ഫോഴ്സ് ഫെൽറ്റ് ഓൺ ദ ഒബ്ജക്റ്റ്? ആ വെള്ളത്തിൽ മുങ്ങുമ്പോൾ നമുക്ക് അറിയാം എന്താണ്, ആ ഒബ്ജക്റ്റും ഒരു ബോയിന്റ് ഫോഴ്സ് ഉണ്ടാവും അല്ലെ? ആ ഒരു ബോയിന്റ് ഫോഴ്സ് ഉണ്ടാവും. ആ ബോയിന്റ് ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിക്കണം. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കറിയാം അല്ലെ, എന്ത് ലോസ് ഓഫ് വെയിറ്റ് തന്നെയാണ് എന്ത്? ബോയിന്റ് ഫോഴ്സ്. ലോസ് ഓഫ് വെയിറ്റും ബോയിന്റ് ഫോഴ്സ് എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ രണ്ട് ഉത്തരം എന്തായിരിക്കുള്ളൂ? സെയിം ആയിരിക്കുള്ളൂ. ഒരാൾ എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി. ഇനി ലോസ് ഓഫ് വെയിറ്റ് എങ്ങനെയാ കാണാം? എയറിലുള്ള വെയിറ്റ് 0.2 ആണ്, വാട്ടറിലുള്ള വെയിറ്റ് എത്രയാണ്? 0.19 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? എയറിൽ നിന്നുള്ള വെയിറ്റിനെ വാട്ടറിലുള്ള വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലോസ് ഓഫ് വെയിറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ ലോസ് ഓഫ് വെയിറ്റ് ചെയ്ത് നോക്കാം. എയറിലുള്ള വെയിറ്റ് എത്രയാ? 0.2 ആണ്. ഓക്കെ, എന്താണ് മൈനസ് ചെയ്യേണ്ടത്? 0.19 ആണ്. അപ്പൊ 0.2 0.19 ഓർക്കുമ്പോൾ എന്ത് കിട്ടും? 0.01 കിട്ടും. ഓക്കെ, നമുക്ക് ലോസ് ഓഫ് വെയിറ്റ് കിട്ടിയാൽ എത്രയാണ്? 0.01. ഞാൻ പറഞ്ഞത് ലോസ് ഓഫ് വെയിറ്റ് തന്നെ ആയിരിക്കും എന്ത്? ബോയിന്റ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ രണ്ടുപേരെന്താണ്? സെയിം ആണ്. യൂണിറ്റ് ചെയ്താൽ മറക്കരുത്, കിലോഗ്രാം വെയിറ്റ് ഇട്ടാ. ഓക്കെ അല്ലേ ഈ ക്വസ്റ്റ്യൻ? ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡെൻസിറ്റി ഓഫ് എ സാറ്റുറേറ്റഡ് സോൾട്ട് വാട്ടർ ഈസ് 1025. ഓക്കെ, നമുക്കൊരു സാറ്റുറേറ്റഡ് സോൾട്ട് വാട്ടർ ഉണ്ട്. അതിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? 1025 കിലോഗ്രാം മീറ്റർ ക്യൂബ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ് പറയണേ. ഓക്കെ, അപ്പൊ ഒരു ലിക്വിഡിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി എങ്ങനെയാ കാണാം? അതിനൊരു ഇക്വേഷൻ ഞാൻ പറയാം. റിലേറ്റീവ് ഡെൻസിറ്റി കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി, ഓക്കെ, സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? വാട്ടറിന്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാണ് മക്കളെ? 1000 ട്ടാ. അപ്പൊ ഇതിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു, റിലേറ്റീവ് ഡെൻസിറ്റി കാണണമെന്നുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന സബ്സ്റ്റൻസിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? വാട്ടറിന്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഡെൻസിറ്റി എത്രയാണ്? 1025 അതിന് ഞാൻ എന്ത് ചെയ്യണം? വാട്ടറിനോണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 1025 വാട്ടറിനോണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1.025 കിട്ടും. ഓക്കെ, യൂണിറ്റ് ചെയ്താൽ മറക്കരുത്, കിലോഗ്രാം മീറ്റർ ക്യൂബ് ഇട്ടാ. നമുക്ക് ഡെൻസിറ്റി കിട്ടിയില്ലേ? ഈ റിലേറ്റീവ് ഡെൻസിറ്റി ഇക്വേഷൻ എന്തായാലും പഠിച്ചു വെച്ചു, എന്തായാലും ചോദിക്കും കേട്ടാ. അതുപോലെ തന്നെ an ഒബ്ജക്ട്, എന്താണ് ക്വസ്റ്റ്യൻ? എന്താ? an ഒബ്ജക്ട് വെയിൻ 800 ന്യൂട്ടൺ ഇൻ എയർ. ഓക്കെ, ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എയറിൽ എത്രയാണ്? 800 ന്യൂട്ടൺ ആണ്. ഫ്ലോട്ട്സ് ഓൺ വാട്ടർ, വെള്ളത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഒഴുകുകയാണ്. വാട്ട് ഈസ് ഇറ്റ്സ് വെയിറ്റ് ഇൻ വാട്ടർ? വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ഡിസ്പ്ലേസ്ഡ് വാട്ടർ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ അതിൻ്റെ ഉള്ള വെയിറ്റും അതുപോലെ തന്നെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡിസ്പ്ലേസ്ഡ്, അതെന്തോരം വാട്ടർ ഡിസ്പ്ലേസ് ചെയ്തെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ഞാനൊരു സംഭവം പറഞ്ഞുതരാം. വെയിറ്റ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ്, ഒരു ഫ്ലോട്ട് ചെയ്യണ ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? എന്തോരം വാട്ടർ ഡിസ്പ്ലേസ് ചെയ്യുന്നുള്ളത് ഈക്വൽ ആയിരിക്കും. ഇത് നമുക്ക് എവിടെ നിന്നാണ് മനസ്സിലായത്? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. അപ്പൊ റാഷിഡി പറയാ എന്തുട്ടാർന്നത്?
വെയിറ്റ്, ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്തിനോടാണ് ഈക്വൽ ആവുക? എന്തോരം വാട്ടർ അവിടെ ഡിസ്പ്ലേസ് ചെയ്തതിനോട് ഈക്വൽ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയല്ല വാട്ടർ എന്തോരം ഡിസ്പ്ലേസ് ആവുന്ന കിട്ടിയ എത്രയാണ്? 800 ന്യൂട്ടൺ ആണ്. ഓക്കെ അല്ലേ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്, വെയിറ്റ് ഇൻ വാട്ടർ. ഓബ്ജക്റ്റിന്റെ വെയിറ്റ് ഇൻ വാട്ടർ കണ്ടുപിടിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒബ്ജക്റ്റ് മുങ്ങാതെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് വാട്ടറിൽ എത്ര ആയിരിക്കുള്ളൂ? 0. ഓക്കെ, 0 അല്ലാതെ അതിന് വെയിറ്റ് ഉണ്ടെങ്കിൽ എന്താവും? അത് മുങ്ങേണ്ടതാണ്. ഓക്കെ, ഞാൻ പറയാം, ഇതിന്റെ വെയിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അടിയിലോട്ട് കൊടുക്കുന്നുണ്ട്. ബോയിന്റെ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? മേലോട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്? അത് മുങ്ങാത്തത്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് +5 ആണ് വരുന്നതെന്ന് വിചാരിക്കുക, ഇവിടുന്ന് -5 ആണെന്നുണ്ടെങ്കിൽ രണ്ട് എന്ത് ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, അതുകൊണ്ടാണ് ഫ്ലോട്ട് ചെയ്യണ ഒബ്ജക്റ്റിന് വെള്ളത്തിൽ എന്തുണ്ടാവില്ല? വെയിറ്റ് ഉണ്ടാവില്ല. ഫ്ലോട്ട് ചെയ്യണ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എപ്പോഴും വെള്ളത്തിൽ എന്തായിരിക്കുള്ളൂ? 0 ആയിരിക്കുള്ളൂ. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇഫ് എൻ ഒബ്ജക്റ്റ് വെയ്സ് 0.4 കിലോഗ്രാം വെയിറ്റ് ഇൻ എയർ. ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് 0.4 കിലോഗ്രാം ആണ്. എവിടെ? എയറിൽ ട്ടാ. ആൻഡ് 0.31 കിലോഗ്രാം വെയിറ്റ് വെൻ ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ആൻഡ് ദ ഫോളോയിങ്. ഓക്കെ, വെള്ളത്തിൽ മൊത്തം മുങ്ങിക്കിടക്കുമ്പോൾ വെയിറ്റ് എത്രയാണ്? 0.31 കിലോഗ്രാം വെയിറ്റ് ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, ദ ബോയിന്റ് ഫോഴ്സ്, വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഞാൻ ആദ്യം പറഞ്ഞത് ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും ബോയിന്റ് ഫോഴ്സ് എന്താണ്? ഈക്വൽ ആണ്. ഇവ രണ്ടുപേരും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ബോയിന്റ് ഫോഴ്സും വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആരെ കണ്ടുപിടിച്ചാൽ മതി? വെയിറ്റ് ഓഫ് ലോസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മൂന്നിന്റെയും ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ? അപ്പൊ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ലോസ് ഓഫ് വെയിറ്റ് കണ്ടുപിടിക്കണം. ലോസ് ഓഫ് വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? എയറിൽ നിന്നുള്ള വെയിറ്റ് എന്ത് ചെയ്താൽ മതി? വാട്ടറിൽ നിന്ന് കുറച്ചാൽ മതി. ഓക്കെ, അപ്പൊ 0.45 അതാണ് എയറിലത്തെ വെയിറ്റ് ട്ടാ. -0.31 എത്രയായിരിക്കും കിട്ടുക? 0.14 കിട്ടും കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി വെയിറ്റ് കിട്ടി എത്രയാണ്? 0.14 ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇത് മൂന്ന് എന്തായിരിക്കുള്ളൂ? സെയിം ആൻസർ ആയിരിക്കുള്ളൂ. കാരണം എന്താ? ലോസ് ഓഫ് വെയിറ്റ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ബോയിന്റ് ഫോഴ്സിനോട് ഈക്വൽ ആയിരിക്കും. ബോയിന്റ് ഫോഴ്സ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? വാട്ടർ ഡിസ്പ്ലേസ് ചെയ്തതിനോട് ഈക്വൽ ആയിരിക്കും. അത് നമുക്ക് എവിടെന്നാ മനസ്സിലായത്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൽ നിന്ന് ട്ടാ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ദ യൂസ് ഓഫ് ലൈഫ് ജാക്കറ്റ് ഇൻ ബോട്ട്സ് ഈസ് മാൻഡറ്ററി. ഓക്കെ, ലൈഫ് ജാക്കറ്റിന്റെ യൂസ് എന്താണ്? നിർബന്ധമാണ്. എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ ടേംസ് ഓഫ് ബോയിന്റ് ഫോഴ്സ്. അത് ബോയിന്റ് ഫോഴ്സിന്റെ ടേംസിൽ എന്ത് ചെയ്യാനാണ് പറയണേ? എക്സ്പ്ലെയിൻ ആണ് പറയണം. അപ്പൊ ആദ്യം ബോയിന്റ് ഫോഴ്സ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കി, വെൻ ആൻ ഒബ്ജക്ട് ഈസ് ഫുള്ളി ഓർ പാർഷ്യലി ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ്. ഈ ഫുള്ളി ഓർ പാർഷ്യലി ഇമേഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമേഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ മുങ്ങുക ട്ടാ. വെള്ളത്തിൽ ഫുള്ളിയോ അല്ലെങ്കിൽ പകുതിയായിട്ടും എന്ത് ചെയ്യണം? വെള്ളത്തിൽ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റ് മുങ്ങയാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ് ഓൺ ദ ഒബ്ജക്റ്റ് ഈസ് ദ ബോയിന്റ് ഫോഴ്സ്. അങ്ങനെ വെള്ളത്തിൽ മുങ്ങുമ്പോൾ എന്ത് ചെയ്യും? വെള്ളം ഒരു ഫോഴ്സ് ആ ഒബ്ജക്റ്റിന്റെ മേത്ത് എന്ത് ചെയ്യും? എക്സേർട്ട് ചെയ്യും. ആ എക്സേർട്ട് ചെയ്യണ ഫോഴ്സിനാണ് നമ്മൾ എന്ന് പറയാ? ബോയിന്റ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി ലൈഫ് ജാക്കറ്റിന്റെ കാര്യം അത് പറയാം ട്ടാ. ഒന്ന് നോക്കിയേ ലൈഫ് ജാക്കറ്റിന്റെ കാര്യം. ഇഫ് എ മാൻ വെയേഴ്സ് ലൈഫ് ജാക്കറ്റ്. ഓക്കെ, ഒരാൾ എന്ത് ചെയ്യാണ്? ലൈഫ് ജാക്കറ്റ് ധരിക്കാണ്. അങ്ങനെ ധരിക്കുമ്പോൾ ഹി ക്യാൻ ഡിസ്പ്ലേസ് മോർ വാട്ടർ ദാൻ പേഴ്സൺ അലോൺ. അയാള് ലൈഫ് ജാക്കറ്റ് ഇല്ലാണ്ട് വെള്ളത്തിൽ ഇറങ്ങണേക്കാൾ കൂടുതൽ വെള്ളം അയാൾക്ക് എപ്പോഴും ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും? ലൈഫ് ജാക്കറ്റ് വെച്ച് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ കൂടുതൽ വാട്ടർ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. അവിടെ എന്ത് സംഭവിക്കും? ബോയിന്റ് ഫോഴ്സ് എന്താ സംഭവിക്കുക? കൂടും. ഓക്കെ, അപ്പൊ ബോയിന്റ് ഫോഴ്സും അയാളുടെ വെയിറ്റും എന്തായിരിക്കുള്ളൂ? ഈക്വൽ ആയിരിക്കുള്ളൂ. കാരണം ഈ ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് കൂടുതൽ വാട്ടർ എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബോയിന്റ് ഫോഴ്സ് കൂടും. അപ്പൊ ബോയിന്റ് ഫോഴ്സ് കൂടുമ്പോൾ ഇയാളുടെ വെയിറ്റും അതുപോലെ തന്നെ ബോയിന്റ് ഫോഴ്സ് എന്താവും? ഈക്വൽ ആവും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? അവർ രണ്ടുപേരും ക്യാൻസൽ ചെയ്ത് പോയിട്ട് അയാൾ എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ് ട്ടാ. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ് മെർക്കുറി ഇഫ് ഇറ്റ്സ് റിലേറ്റീവ് ഡെൻസിറ്റി ഈസ്
13.6. നമുക്ക് ഇവിടെ എന്താണെന്ന് റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. എന്താണെന്ന് നോക്കുന്നത് റിലേറ്റീവ് ഡെൻസിറ്റി. നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഡെൻസിറ്റി ഓഫ് മെർക്കുറി ആണ്. ഓക്കെ, നമുക്കൊരു ഇക്വേഷൻ അറിയാലോ, എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി ഈക്വൽ ടു എന്താ? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, ഇതിൽ നമുക്ക് എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി ഓൾറെഡി തന്നിട്ടുണ്ട്. എത്ര? 13.6 ട്ടാ. ഇനി മെർക്കുറിയുടെ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഡെൻസിറ്റി ഓഫ് മെർക്കുറി ഇനി ഇത് കഴിഞ്ഞ് ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാലോ എത്രയാണ്? 1000 ആണ്. അപ്പൊ എനിക്ക് ആരെയാണ് കണ്ടുപിടിക്കുന്നത്? ഡെൻസിറ്റി ഓഫ് മെർക്കുറിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഇയാളെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ഈ 1000 എന്ത് ചെയ്യണം? ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണം. ഇവിടെ ഡിവിഷൻ ആർന്ന 1000 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ എങ്ങനെയാ വരിക? ഡെൻസിറ്റി ഓഫ് മെർക്കുറി എന്ന് വരും. ഓക്കെ, ഇനി ഇത് ചെയ്ത് വരുമ്പോ നമുക്ക് എത്ര കിട്ടും? യൂണിറ്റ് എഴുതണം കേട്ടാ. അപ്പൊ ഡെൻസിറ്റി ഓഫ് മെർക്കുറി കിട്ടിയ എത്രയാണ്? ഓക്കെ, 13,600 ട്ടാ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വെയിറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ എയർ ഈസ് 200. ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എയറിൽ എത്രയാണ്? 200 ന്യൂട്ടൺ ആണ്. ആൻഡ് വെയിറ്റ് ഓഫ് ദ സെയിം ഒബ്ജക്റ്റ്, സോറി, രണ്ടുണ്ട് കേട്ടോ, രണ്ട് സെയിം ഒബ്ജക്റ്റ് ഉണ്ട്, അതിലൊരെണ്ണം മതി. വെയിറ്റ് ഓഫ് ദ സെയിം ഒബ്ജക്റ്റ് ഇൻ വാട്ടർ ഈസ് 100 ന്യൂട്ടൺ. എയറിൽ 200ഉം വാട്ടറിൽ എത്രയാണ്? 100 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ബോയിന്റ് ഫോഴ്സ് ആൻഡ് വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ്. വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബോയിന്റ് ഫോഴ്സ് എന്താണ്? സെയിം ആണ്. അപ്പൊ നമുക്ക് ഒരാളെ കണ്ടുപിടിച്ചാൽ മതി, എന്നിട്ട് 2 പോയിന്റ് ആക്കി എഴുതണം. ഓക്കെ, ബോയിന്റ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ബോയിന്റ് ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ലോസ് ഓഫ് വാട്ടർ, ലോസ് ഓഫ് വെയിറ്റ് ചെയ്താൽ മതി. ലോസ് ഓഫ് വെയിറ്റ് എങ്ങനെ ചെയ്യുക? എയറിൽ നിന്ന് വാട്ടറിലത്തെ വെയിറ്റ് എന്ത് ചെയ്താൽ മതി മക്കളെ? കുറച്ചാൽ മതി. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലോസ് ഓഫ് വെയിറ്റ് കിട്ടും കേട്ടോ. അപ്പൊ ലോസ് ഓഫ് വെയിറ്റ് കണ്ടുപിടിക്കാതെ തന്നെ 200 ന്യൂട്ടണിൽ നിന്ന് 100 കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 100 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, ഈ ലോസ് ഓഫ് വെയിറ്റ് എന്തിനോട് ഈക്വൽ ആണ്? ബോയിന്റ് ഫോഴ്സിനോട് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ബോയിന്റ് ഫോഴ്സ് കിട്ടിയ എത്രയാണ്? 100 ന്യൂട്ടൺ കിട്ടി. ഈ ബോയിന്റ് ഫോഴ്സ് എന്തിനോട് ഈക്വൽ ആണ്? വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അതെത്രയാ? വെയിറ്റ് എത്രയായിരിക്കും? അപ്പൊ തന്നെ 100 ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ ബോയിന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. അതിലത്തെ കുറച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിച്ചതല്ല, സോറി, ഇവിടെ ചെയ്തത്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ കമന്റ് ബോക്സിൽ ഡൗട്ട് ആയിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.